നാളെ രാവിലെ കൃത്യം 10 മണിക്ക് തന്നെ സമ്മേളനം തുടങ്ങാൻ കഴിയും. പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്കുള്ള ഡെലിഗേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ തന്നെ എല്ലാ മേഖലയിലും നിന്നുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളും വരുന്നുണ്ട്. നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന് മുൻപ് നടന്നതിനെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മളൊരു തയ്യാറെടുപ്പോടുകൂടിയാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ പൊതുവേ ഉള്ളതിന് വ്യത്യസ്തമായി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിക്ലറേഷൻ ആയിരിക്കും അവസാന ദിവസം ഉണ്ടാവുക. ഓരോ സെക്ടർ വൈസ് മീറ്റിംഗ് കഴിയുമ്പോഴും അവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഞങ്ങൾ മാപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലുള്ള 1000 കോടിക്ക് മുകളിലുള്ളവർ ഇനി എത്ര ഇൻവെസ്റ്റ് ചെയ്യും, ടേൺ ഓവർ ഉള്ളവർ 500 കോടിക്കും 1000-ത്തിനിടയിൽ ടേൺ ഓവർ ഉള്ളവർ എത്ര ഇൻവെസ്റ്റ് ചെയ്യും, അങ്ങനെ ഓരോ മേഖലയിൽ നിന്നും നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഓരോ യാത്രയിലും മാപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിനുശേഷം വന്നിട്ടുള്ള പ്രപ്പോസലുകൾ കൂടിയുണ്ട്. നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന രൂപത്തിലുള്ള ഒരു ഡിക്ലറേഷൻ നമുക്ക് അന്ന് നടത്താൻ കഴിയും. അത് റിയലിസ്റ്റിക് ആയിട്ടുള്ളതായിരിക്കും പ്രധാനം. ഒരു ഭാഗം ചിലപ്പോൾ ചില കണ്ടീഷൻ, ഇപ്പോൾ ലാൻഡ് കൺവേർഷൻ്റെ പല പ്രശ്നങ്ങളുള്ളതുണ്ടാവും. അത് പ്രത്യേകം തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് പോകുന്നുണ്ട്. നേരെ നമുക്ക് തുടങ്ങാൻ കഴിയാവുന്ന മട്ടിൽ പെട്ടെന്ന് അനുമതി കൊടുക്കാൻ കഴിയാവുന്ന അതും മാർക്ക് ചെയ്യുന്നുണ്ട്. അത് 4-5 സെക്ടറായി തിരിച്ച് ഒരു പ്രത്യേക ടീം ഓരോ സെക്ടറിന് ഇതിനുശേഷം വർക്ക് ചെയ്യും. അതെനിക്ക് തോന്നുന്നു സമ്മിറ്റിന് ശേഷം വീണ്ടും നിങ്ങളെ കണ്ട് ഞങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് വന്നതിൻ്റെ സ്വഭാവം എന്താണ് എന്നെല്ലാം കാര്യങ്ങൾ അതിന് ശേഷം ഒന്നുകൂടി വിശദീകരിക്കാമെന്നാണ് കണക്കാക്കുന്നത്.